ഇന്ന് നമ്മൾ ഉണ്ടാക്കാൻ പോകുന്ന കല്യാണത്തിനൊക്കെ കിട്ടുന്ന ടൈപ്പ് ബിരിയാണി കേട്ടോ, അതും തലശ്ശേരി ദം ബിരിയാണി. അപ്പൊ ഓക്കെ, ട്രൈ ചെയ്ത് നോക്കാം. അതിനായി 1.5 കിലോ ചിക്കനാണ് ഞാൻ എടുത്തിട്ടുള്ളത് കേട്ടോ. അതിലേക്ക് മഞ്ഞൾപ്പൊടി, കാശ്മീർ മുളക് പൊടി, ഗരം മസാല, ഉപ്പ്, മല്ലിച്ചപ്പ്, പുതിന, വെളുത്തുള്ളി ചതച്ചത്, തൈര്, നാരങ്ങ നീര് എല്ലാം കൂടി ഇട്ട് നന്നായിട്ട് അങ്ങ് മിക്സ് ചെയ്ത് പിടിപ്പിക്കട്ടോ. മിക്സ് ചെയ്ത് കഴിഞ്ഞ ശേഷം ഒരു 10 മിനിറ്റോ 20 മിനിറ്റോ ഒന്ന് മാറ്റി വെക്കണം കേട്ടോ, മസാല ഒക്കെ നന്നായിട്ട് പിടിക്കാൻ വേണ്ടി. മസാല കൂട്ടായിട്ട് ഉണ്ടാക്കണ്ടേ. അതിലേക്ക് കറിവേപ്പില, സവാള, തക്കാളി, പച്ചമുളക്, ഇഞ്ചി, വെളുത്തുള്ളി, ഇത്രയും ഐറ്റംസ് ആണ് വേണ്ടത്. വെളുത്തുള്ളി, ഇഞ്ചി, പച്ചമുളക് ഇതെല്ലാം ഒന്ന് ചതച്ചെടുക്കണം. എല്ലാം സെറ്റ് ചെയ്ത് വെച്ച് ഇനി കുക്കിങ്ങിലോട്ട്. ഉള്ളി ഫ്രൈ ചെയ്യാൻ ഞാൻ RKG ആണ് യൂസ് ചെയ്തത് കേട്ടോ. അതാകുമ്പോൾ ഒന്നുകൂടി ടേസ്റ്റും കൂടും, അതുകൊണ്ടാണ് അത് യൂസ് ചെയ്തിട്ടുള്ളത്. ഉള്ളി ഒന്ന് വാട്ടി എടുക്കണം കേട്ടോ. കുറച്ച് ഉള്ളി ഒന്ന് വാട്ടിയിട്ടത് നമ്മളൊന്ന് മാറ്റി ഫ്രൈ ചെയ്ത് മാറ്റി വെക്കണം കേട്ടോ. ഇത് നമുക്ക് ലാസ്റ്റ് ചിക്കൻ ഇടുമ്പോൾ ആ കൂട്ടത്തിൽ ഇടാനുള്ളതാണ് കേട്ടോ. അപ്പോൾ അതൊന്ന് മാറ്റി വെച്ച ശേഷം വീണ്ടും RKG യൂസ് ചെയ്തിട്ട് നേരത്തെ അരിഞ്ഞു വെച്ച സവാള എടുത്ത് അതിലേക്ക് ഇട്ട് കൊടുക്കട്ടോ. എന്നിട്ട് നല്ലോണം ഒന്ന് വാട്ടിയെടുക്കണം. എത്രത്തോളം വാട്ടിയെടുക്കാൻ പറ്റുന്നത് അത്രത്തോളം നല്ലതാണ്. അതുപോലെ ഉള്ളി എരിയുമ്പോൾ തന്നെ നല്ല നൈസായിട്ട് എരിയാൻ ശ്രമിക്കുക. അതാകുമ്പോൾ ഒന്നുകൂടെ പെട്ടെന്ന് വഴറ്റിയെടുക്കാനും മസാല നല്ല ടേസ്റ്റ് ഉള്ളതായിരിക്കും. അതായ ശേഷം നമുക്ക് എന്ത് ചെയ്യാം, നേരെ അതിലേക്ക് പച്ചമുളകും ഇഞ്ചി വെളുത്തുള്ളി അരച്ച് വെച്ചില്ല അത് ഇതിലേക്ക് ഇട്ടിട്ട് നല്ലോണം ഇളക്കി കൊടുത്ത് വീണ്ടും തക്കാളി ഒക്കെ ഇട്ട് കൊടുക്കട്ടോ. തക്കാളി അരിഞ്ഞ് വെച്ചത് ഇട്ട് കൊടുത്തിട്ട് നല്ലോണം ഒന്ന് വാട്ടിയെടുക്കണം. ഇതിലേക്ക് കറിവേപ്പിലും കൂടി ആഡ് ചെയ്യണമെങ്കിൽ ഒന്നുകൂടി നല്ലതാവും കേട്ടോ. പിന്നെ അതിന്റെ പച്ചമണം പോടെ വരെ നല്ലോണം ഒന്ന് വാട്ടിയെടുക്കുക. എന്നിട്ട് അതിന് ശേഷം നമ്മൾ നേരത്തെ മാറ്റി വെച്ച ചിക്കൻ ഇതിലേക്കാണ് ഇട്ട് കൊടുക്കുക. എന്നിട്ട് നന്നായിട്ട് അങ്ങ് ഇളക്കിയിട്ട് മറിക്കുക. ഇളക്കി മറിച്ച ശേഷം അതിലേക്ക് നമ്മൾ നേരത്തെ ഫ്രൈ ചെയ്ത് വെച്ച സവാളം കൂടി ഇട്ടിട്ട് നന്നായിട്ട് തന്നെ ഇളക്കുക. അതൊക്കെ ഇളക്കിയ ശേഷം എന്ത് ചെയ്യുക, ഗരം മസാല ഉണ്ട്, ഗരം മസാലന്റെ മേലെ നല്ലോണം വിതറി കൊടുക്കുക, നാരങ്ങ നീര് ഉറ്റിച്ച് കൊടുക്കുക. അതോടൊപ്പം ഉപ്പും ചിക്കൻ മസാല ഇട്ട സാധനം സെറ്റ്. പിന്നെ അത് നല്ലോണം ഇളക്കി കഴിഞ്ഞിട്ട് നേരെ വേറെ പാത്രത്തിലേക്ക് മാറ്റിയിട്ട് കനലാവാൻ വെക്കുക. എന്നിട്ട് നമുക്ക് ചോറുണ്ടാക്കാൻ തുടങ്ങും. അതിന് ആദ്യം ഉള്ളി വാട്ടണം. ഉള്ളി വാട്ടാൻ വേണ്ടി RKG ആണ് യൂസ് ചെയ്യുന്നത് കേട്ടോ. RKG ഒഴിച്ച ശേഷം നമ്മൾ അതിലേക്ക് ഉള്ളി ഇട്ട് കൊടുക്കുക. ഉള്ളി ഇട്ടിട്ട് നല്ലോണം ഒന്ന് വാട്ടിയെടുക്കുക. പകുതി വാട്ടി വരുമ്പോഴേക്കും എന്ത് ചെയ്യുക, കണ്ടിപ്പരിപ്പ് മുന്തിരി കൂടി ഇട്ടിട്ട് നമ്മളത് മാറ്റി വെക്കാം കേട്ടോ. ആ എണ്ണയിലേക്ക് തന്നെ ഏലക്കായ, കറുകാപ്പട്ട, ബേ ലീഫും കൂടി ഇട്ട് കൊടുക്കട്ടോ. എന്നിട്ട് അതിലേക്ക് നമുക്ക് 8 ഗ്ലാസ് വെള്ളമാണ് കേട്ടോ ഒഴിക്കേണ്ടത്. കാരണം 4 ഗ്ലാസ് അരിയാണ് നമ്മൾ എടുത്തിട്ടുള്ളത്. അപ്പോൾ 8 ഗ്ലാസ് വെള്ളമാണ് ഒഴിക്കേണ്ടത്. എന്നിട്ട് അതിലേക്ക് ഉപ്പും നാരങ്ങ നീര് ഇട്ട് കൊടുക്കുക. വെള്ളം നന്നായി തിളച്ച ശേഷം നമുക്ക് അതിലേക്ക് അരി ഇട്ട് കൊടുക്കട്ടോ. അരി ഇട്ട് കൊടുത്ത ശേഷം നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കുക. അതായത് കട്ട പിടിക്കാതിരിക്കാണ്ട് നമ്മൾ നന്നായിട്ട് ഇളക്കി കൊടുക്കും, നാരങ്ങ നീര് കൊടുക്കണം. എന്നിട്ട് ഒരു 15 മിനിറ്റ് അടച്ചു വെക്കണം. ഫുള്ള് വേവാതെ ഒരു 90% ഒക്കെ ആയാൽ മതി കേട്ടോ റൈസ്. എന്നിട്ട് നമ്മൾ എന്ത് ചെയ്യുക, നേരത്തെ എടുത്ത് വെച്ച ചിക്കനിലേക്ക് ഈ റൈസ് മേലെ ഇട്ട് കൊടുക്കുക. എന്നിട്ട് അത് ഓരോ ലെയർ ആയിട്ട് ചെയ്യണം കേട്ടോ. എന്നിട്ട് അതിന് മേലെ സവാള ഫ്രൈ ചെയ്തത്, അണ്ടിപ്പരിപ്പ്, മുന്തിരി, മല്ലിച്ചപ്പ്, അതേപോലെ നെയ്യ് ഇതെല്ലാം ഒഴിച്ച് കൊടുക്കട്ടോ. എന്നിട്ട് അതേപോലെ റിപ്പീറ്റേഷൻ ഒരു ലെയറും കൂടി ഉണ്ടാക്കുക. എന്നിട്ട് ലാസ്റ്റ് എന്ത് ചെയ്യുക, നമ്മൾ നാരങ്ങ നീരിൽ മഞ്ഞപ്പൊടി കലക്കിയിട്ട് ഒരു വെള്ളം ഉണ്ടാക്കി അതിന്റെ മേലെ ഒന്ന് ഒഴിച്ച് കൊടുത്തിട്ട് ദമ്മിട്ടിട്ട് അടച്ചു വെക്കുക. എന്നിട്ട് ഒരു 20 മിനിറ്റ് കഴിഞ്ഞ് തുറന്നു നോക്കുമ്പോൾ സംഭവം റെഡി കേട്ടോ, അടിപൊളിയായിരിക്കും. ഇനി റൈസ് വേറെ പാത്രത്തിലേക്ക് ഒന്ന് മാറ്റി വെച്ച് കഴിഞ്ഞാൽ സംഭവം എളുപ്പമായി. പിന്നെ റൈസ് ഇതൊക്കെ എടുത്തിട്ട് നമുക്ക് എങ്ങനെ ഇഷ്ടാനുസരണം കഴിക്കാവുന്നതാണ്. ജസ്റ്റ് ഒന്ന് ട്രൈ നോക്കാം, അടിപൊളി.